നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി-ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് ക്യാൻസർ കെയർ സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടനം ക്യാൻസർ കെയർ സൊസൈറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശി നിർവഹിച്ചു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേന്ദ്രൻ പി അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ജില്ലയിലെ ക്യാൻസർ രോഗികളുടെ ക്ഷേമത്തിനും സമ്പൂർണ്ണ ക്യാൻസർ രോഗപ്രതിരോധത്തിനുമായി ജില്ലാ പഞ്ചായത്ത് രൂപം നൽകിയ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശി നിർവഹിച്ചു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്നത്. പഴയ നിന്നും വ്യത്യസ്തമായി നമുക്ക് വളരെ നേരത്തെ തന്നെ കണ്ടെത്തിയാൽ ക്യാൻസറിനെ ചികിത്സിച്ച് മാറ്റാം എന്നുള്ളതാണ് ഇത്തരം ക്യാൻസർ കെയർ സൊസൈറ്റി കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ ഉപകാരപ്രദമായ ഈ ഒരു പദ്ധതി നമ്മൾ ഏറ്റെടുത്തപ്പോൾ എല്ലാ ജനങ്ങളിലേക്കും നമുക്കിത് എത്തിക്കുകയും എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു ഓഫീസ് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതിനൊരു ഓഫീസ് ഉണ്ടാവണം എന്നുള്ളത്. അപ്പം എന്തായാലും ഇപ്പോൾ അതിനുള്ള ഒരു സ്ഥല സൗകര്യം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും അവിടെ ഒരു ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. ഇന്ന് ഒരു സ്റ്റാഫിനെയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സാധ്യമാകും. വളരെ സന്തോഷപൂർവ്വം ഈ ഓഫീസിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് ഓഫീസ് ആവശ്യത്തിനായുള്ള മൊബൈൽ ഫോൺ കക്കോടിയിലെ വോബസ് മൊബൈൽ സ്പോൺസർ ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നിഷ പുത്തൻപുരയിൽ, VP ജമീല, KV റീന തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. ക്യാൻസർ കെയർ സൊസൈറ്റി ട്രഷറർ സനാദ് BS നന്ദി പറഞ്ഞു. ജില്ലയിലെ ക്യാൻസർ രോഗികളുടെ ക്ഷേമത്തിനും സമ്പൂർണ്ണ ക്യാൻസർ രോഗ പ്രതിരോധത്തിനുമായി ജില്ലാ പഞ്ചായത്ത് രൂപം നൽകിയതാണ് കോഴിക്കോട് ക്യാൻസർ കെയർ സൊസൈറ്റി. രോഗപ്രതിരോധം, നേരത്തെയുള്ള തിരിച്ചറിയൽ, ചികിത്സാ സേവനങ്ങളും പദ്ധതികളും ഏകോപിപ്പിക്കൽ, ക്യാൻസർ രോഗ ചികിത്സാ രംഗത്തെ സാധ്യതകൾ, രോഗികൾക്ക് ഗുണകരമാകും വിധം പദ്ധതികൾ ആവിഷ്കരിക്കൽ തുടങ്ങിയ പരിപാടികളിലൂടെ കാലക്രമേണ ജില്ലയിലെ ക്യാൻസർ രോഗികളുടെ എണ്ണം കുറയ്ക്കുകയാണ് ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ ലക്ഷ്യം. നിപ്പ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് അടക്കം 6 ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ്പ രോഗം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് 6 ജില്ലകളിലെ ആശുപത്രികൾക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. നിപ്പ ലക്ഷണങ്ങളോട് കൂടിയ പനി, മസ്തിഷ്ക ജ്വരം എന്നിവ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ട്രെയിനർമാർക്കുള്ള ദ്വിദിന റെസിഡൻഷ്യൽ പരിശീലനത്തിന് തുടക്കമായി. പരിശീലനം ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ P. സരീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സമഗ്ര ശിക്ഷ കോഴിക്കോട് ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ ജോയിന്റ് ഡയറക്ടർ ആൻഡ് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി പ്രതിമാസ വാടക നിരക്കിൽ കാർ ലഭ്യമാക്കാൻ കൊട്ടേഷൻ ക്ഷണിച്ചു. അപേക്ഷ ജൂലൈ 22 വൈകിട്ട് 3 കോഴിക്കോട് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്ററുടെ കാര്യാലയത്തിൽ ലഭിക്കണം. ഫോൺ നമ്പർ 049523771188. ബേപ്പൂർ നടുവട്ടത്തെ ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ ജൂലൈ 30-31 തീയതികളിൽ കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ ക്ഷീര കർഷകർക്ക് തീറ്റപ്പുൽ കൃഷിയിൽ പരിശീലന പരിപാടി നടത്തുന്നു. ആധാർ കാർഡിന്റെയും ബാങ്ക് പാസ്ബുക്കിന്റെയും പകർപ്പുകൾ പരിശീലന സമയത്ത് ഹാജരാക്കുന്നവർക്ക് ദിനബത്ത, യാത്രാബത്ത എന്നിവ ലഭിക്കും. താൽപ്പര്യമുള്ളവർ ജൂലൈ 26 വൈകിട്ട് 5 049524144579 ഫോൺ നമ്പർ മുഖാന്തരമോ നേരിട്ടോ പേര് രജിസ്റ്റർ ചെയ്യണം. പേരാമ്പ്ര ICDS പരിധിയിലെ കൂത്താളി പഞ്ചായത്തിലെ അങ്കണവാടി കം ക്രഷ് ഹെൽപ്പർ തസ്തികയിലേക്ക് കൂത്താളി പഞ്ചായത്ത് പരിധിയിലുള്ള സ്ഥിര താമസക്കാരായ പഞ്ചായത്തിലെ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ജൂലൈ 17 വൈകിട്ട് 5 പേരാമ്പ്ര ശിശുവികസന പദ്ധതി ഓഫീസിൽ സ്വീകരിക്കും. അപേക്ഷാ ഫോമും വിശദവിവരണവും പേരാമ്പ്ര ശിശുവികസന പദ്ധതി ഓഫീസ്, കൂത്താളി പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.